മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം 21 അധ്യായം 17 വാക്യം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 21 വേഴ്സ് 17. അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബഥാനിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. ദൈവസാന്നിധ്യം വ്യക്തമായ അനുഭവമാകുവാൻ സാധിക്കുന്ന പാവന രംഗമാണ് കുടുംബം. ദേവാലയത്തിൽ ആരാധകരുടെ മധ്യത്തിൽ സന്നിഹിതനാകുന്ന കർത്താവ് കുടുംബങ്ങളിലും സന്നിഹിതമാകും. ബഥനിയയിൽ ഒരു കുടുംബത്തോടൊത്ത് രാത്രി പാർക്കുവാൻ ഈശോ ഇഷ്ടപ്പെട്ടു. ഭവനത്തിന്റെ അന്തരീക്ഷം തന്നെ ആകർഷിച്ചു. 30-ാമത്തെ വയസ്സുവരെ സ്വന്തം ഭവനത്തിൽ താമസിച്ച ഈശോ എന്നും കുടുംബത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. കാനായിലെ വിവാഹസദ്യയിലും പത്രോസിന്റെ ഭവനത്തിലും ശിമിയോന്റെ വീട്ടിലെ വിരുന്നിലും ഈശോ സംബന്ധിച്ചു. താൻ മരിച്ചുയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഇക്കാലത്തും ഭവനങ്ങളിൽ വരുവാൻ ഇഷ്ടപ്പെടും. ഉയർപ്പിന് ശേഷമുള്ള ജീവിതം ശരീരത്തിലെ ജീവിതകാലത്തിന്റെ തുടർച്ചയാണ്. ഭൗതിക ശരീരത്തിൽ ജീവിച്ച കാലത്ത് ഭവനങ്ങളിലെ കൂട്ടായ്മ ഇഷ്ടപ്പെട്ട ഈശോ ഇന്നും ഭവനങ്ങളെ ഇഷ്ടപ്പെടും. വീടുകളിൽ അലങ്കാരത്തിനായി എഴുതി വെക്കുന്ന ഒരു വാചകമുണ്ട്: ഈശോ ഈ ഭവനത്തിന്റെ ശിരസും ഭക്ഷണമേശയിൽ അദൃശ്യനായ അതിഥിയും സകല സംഭാഷണം ശ്രവിക്കുന്ന നിശബ്ദ ശ്രോതാവുമാണ്. ഈ വാചകം ഉപമയല്ല, അലങ്കാര ഭാഷയുമല്ല, അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ക്രൈസ്തവ വിശ്വാസം. നമ്മുടെ ദൈവവിശ്വാസം കേവലം വ്യക്തിയുടേത് മാത്രമായി ഒതുങ്ങി നിൽക്കാതെ കുടുംബത്തിന്റേതായി രൂപാന്തരപ്പെടണം. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ യോശുവയുടെ ദൈവാശ്രയം തന്റെ സ്വന്തം മാത്രമായിരുന്നില്ല, കുടുംബത്തിന്റെ മുഴുവനായ വിശ്വാസമായിരുന്നു. നമ്മുടെ കുടുംബ പ്രാർത്ഥനയും അതോന്നിച്ച് നടത്തുന്ന ബൈബിൾ വായനയും കുടുംബത്തിന്റെ ഐക്യത്തെ പരിരക്ഷിക്കും. നമ്മുടെ ദൈവാശ്രയം കുടുംബം മുഴുവന്റെയും ഏകോപിച്ചുള്ള ഒരു അനുഭവമായിരിക്കണം. ഭൂമിയിലെ സ്വർഗം ക്രിസ്തീയ ഭവനമാണ്. നല്ല കുടുംബങ്ങളിൽ ഈശോ വസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.